ഇവിടെ UDF അതേ ആൾ തന്നെ ജയിച്ചാൽ പോരല്ലോ. മാറ്റം അനിവാര്യമാണ്. ഇരിക്കൂർ എന്ന് പറഞ്ഞാൽ UDF സിറ്റിംഗ് സീറ്റാണ്. നിലവിൽ സിറ്റിംഗ് സീറ്റാണ്, മാകാൻ സാധ്യതയുണ്ട്. UDF കിട്ടുള്ളൂ, ഉറപ്പ്. സിറ്റിംഗ് സീറ്റും പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് UDF കിട്ടും. കോൺഗ്രസ്സുകാർക്ക് പോലും അവരുടെ പാർട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുകൊണ്ട് ഒരു മനമെടുപ്പുണ്ട്. രണ്ടാമത് സർക്കാരിൻ്റെ വികസനങ്ങൾ വിലയിരുത്തുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന വികസനങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിലവിലുള്ള MLA തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. തോക്കൽ സജീവ് ജോസഫ് തോക്കുന്ന ഉറപ്പല്ലേ? പിന്നെ സംശയം ജനങ്ങൾക്ക് പൊതുവെ കോൺഗ്രസ് വേണ്ടെന്നുള്ള ഒരഭിപ്രായത്തിലാണ് ജനങ്ങളുടെ പൊതുവത്തിൽ. ഇപ്രാവശ്യം ഇരിക്കൂർ മണ്ഡലത്തിൽ എന്തായാലും LDF തന്നെയാണ് സാധ്യത. ഉറപ്പ്, സംശയമില്ല. 35 വർഷത്തോളം KC ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് MLA ആയിട്ട് ഉണ്ടായിന്. അപ്പോൾ ഒരു വികസനവും നടത്താത്ത 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനങ്ങളെ മുന്നിൽ വരുന്ന ഒരാളാണ്. LDF വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ടൈറ്റും ഇല്ല. പരമ്പരാഗതമായിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഒരു കാരണവശാലും 10,000-ന് മേലയിൽ ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടാവും UDF. ഇരിക്കൂർ ഒരു മത്സരമില്ല. അതായത് ഈ മാത്യു കുന്നപ്പള്ളിയിൽ ആർക്കും അറിയാം. സജീവ് ജോസഫ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം MLA അയാളാണ്. MLA അയാളും മറ്റേ അയാളും ഇതിൻ്റെ പേര് ഇതില്ല. ഇരിക്കൂർ പണ്ടേ UDF കോട്ടയാണ്. ഇപ്രാവശ്യം എന്തായാലും അടുത്ത വർഷം ഉറപ്പാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഇരിക്കൂറാണുള്ളത്. ഇരിക്കൂർ വരാനുള്ളൊരു കാരണമുണ്ട്. ഈ ഇരിക്കൂർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂർ മണ്ഡലം. ആ ഇരിക്കൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. എന്തായാലും പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്കറിയണത് UDF ഉറപ്പുള്ള ഒരു സീറ്റാണ് ഈ ഇരിക്കൂർ മണ്ഡലം. ആ ഇരിക്കൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ശക്തിയേറിയ 2 മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത്. LDF വേണ്ടി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയും അതുപോലെ തന്നെ UDF വേണ്ടി സജീവ് ജോസഫും. പൊതുജനങ്ങൾ ആരുടെ കൂടിയാണ്? പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ട് വരാം. ഇരിക്കൂർ സ്വാഭാവികം സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് UDF ഇവിടെ UDF ഇരിക്കൂർ എടുക്കുന്നു അല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം? മാറ്റം വരണോ? തീർച്ചയായിട്ടും ഒരേ കക്ഷിനാകാൻ പറ്റില്ലല്ലോ. LDFന്റെ ഇത് സാന്നിധ്യം കൊണ്ട് എന്തെല്ലാം മാറ്റം വരുന്നത് നോക്കണം. അതേ ആൾ തന്നെ ജയിച്ചാൽ പോരല്ലോ. മാറ്റം അനിവാര്യമാണ്. ഇരിക്കൂർ എന്ന് പറഞ്ഞാൽ UDF സിറ്റിംഗ് സീറ്റാണ്. നിലവിൽ സിറ്റിംഗ് സീറ്റാണ്, മാകാൻ സാധ്യതയുണ്ട്. UDF കിട്ടുള്ളൂ, ഉറപ്പ്. സിറ്റിംഗ് സീറ്റും പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് UDF കിട്ടും. നമുക്കങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഇപ്പം UDF സിറ്റിംഗ് സീറ്റാണ് ഇരിക്കൂർ മണ്ഡലം. UDF തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നു. UDF ഇപ്രാവശ്യം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിലവിലുള്ള MLA തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ കൂടുതൽ നല്ല പ്രവർത്തനവും നല്ലൊരു MLA എന്ന നിലക്കും നല്ലൊരു വികസനം കാഴ്ചവെച്ചുള്ള ഒരു MLA ആണ് ഇപ്പം നിലവിലുള്ള MLA. അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. ഇപ്രാവശ്യം കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഒരു നല്ലതായ ഒരു അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തിന് ഈ 10 വർഷം താരതമ്യം ചെയ്യുമ്പോൾ ശക്തമായിട്ടൊരു അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് കാണുന്നത്. കോൺഗ്രസ്സുകാർക്ക് പോലും അവരുടെ പാർട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുകൊണ്ട് ഒരു മനമെടുപ്പുണ്ട്. രണ്ടാമത് സർക്കാരിൻ്റെ വികസനങ്ങൾ വിലയിരുത്തുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന വികസനങ്ങളുണ്ട്. പണ്ടത്തെ പോലെ എന്തെങ്കിലും പറയില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും കൺമുന്നിൽ കാണുന്ന വികസനങ്ങളാണ്. സ്കൂളായാലും ആശുപത്രിയായാലും റോഡുകളായാലും എല്ലാ സമയത്തും കാണുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പൊതുവെ ഒരു ഇടതുപക്ഷത്തിനുള്ളൊരു അനുഭവമുണ്ട്. പണ്ടത്തെ പോലെ ഇടതുപക്ഷം എന്നുള്ളൊരു അലർജി ഇല്ല. പിന്നെ രണ്ടാമത് കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയില്ല. അവരെ തമ്മിത്തലും ഗ്രൂപ്പ് വഴക്കലും കൊണ്ട് അവർ അധികാരത്തിൽ കിട്ടിയാലും ഇതിലും കഷ്ടമായിരിക്കും. അവരെപ്പോഴും ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. നേതാക്കന്മാർ വൺ മാൻ ഷോ കളിയാണ്. അതുകൊണ്ട് ഒരു വകുപ്പിൻ്റെ കാര്യത്തിന് മറ്റേ വകുപ്പ് പൈസ കൊടുക്കില്ല. ഇവന് മറ്റവനെ പാല് വെക്കുക, അവൻ വലുതാണെന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് പൊതുവെ കോൺഗ്രസ് വേണ്ടെന്നുള്ള ഒരഭിപ്രായത്തിലാണ് ജനങ്ങളുടെ പൊതുവത്തിൽ. എന്തായാലും ഇരിക്കൂർ മണ്ഡലം ഇപ്രാവശ്യം മാറും എന്നൊരു വിചാരിക്കും. ഇപ്രാവശ്യം മാറും. ചെറിയ വോട്ടിൻ്റെ ലീഡല്ലേ ഉള്ളൂ. ആ ലീഡ് മാറിക്കാൻ വേണ്ടി സർക്കാർ 10,000 വോട്ടിന് ലീഡായിരുന്നു. 10,000 വോട്ട് തന്നെ ഒരു ബൂത്തിൽ ഒരു 50 വോട്ട് പറഞ്ഞാൽ മതി. 50 വോട്ട് നിരാശരായ കോൺഗ്രസ്സുകാരും പിന്നെ സർക്കാരിൻ്റെ ഭരണത്തിന് അനുകൂലമായ തരംഗം കൊണ്ട് ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് പറഞ്ഞാൽ ഇരിക്കൂർ മറിയും. മാറ്റം അനിവാര്യമാണെന്നാണ്. മാറ്റം മസ്റ്റാണ്. മാറ്റം മസ്റ്റ് വെച്ചാൽ കോൺഗ്രസിനെ നന്നാക്കണമെങ്കിൽ കോൺഗ്രസിനാണെങ്കിൽ കുറച്ച് കാലം കൂടി കോൺഗ്രസിന് പുറത്തെത്തിക്കണം. ഇപ്പോൾ അവരെ പല നേതാക്കന്മാർക്കെതിരെ ശക്തമായ നടപടിയും പ്രാദേശിക തലത്തിൽ ശക്തമായ നടപടികളുണ്ട്. കോൺഗ്രസ് കുറച്ച് നന്നാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടി ഇവർ അധികാരം മാറണമെങ്കിൽ കുറച്ചും കൂടി ഇവർ പുറത്തെടുത്തിട്ട് ശരിയായ കോൺഗ്രസ്സുകാരാണെന്ന് പുറത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും. അവരെ മാത്രം അനുകൂലിച്ചിട്ട് അവരുടെ കൂടെ പ്രവർത്തിച്ചാൽ കോൺഗ്രസ് ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ അധികാരമോഹികളും ഇവരൊന്നും വെച്ചിട്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറേ ഇപ്രാവശ്യം ഇരിക്കൂർ മണ്ഡലത്തിൽ എന്തായാലും LDF തന്നെയാണ് സാധ്യത. മാത്യു കുന്നപ്പള്ളി തന്നെയാണ് സാധ്യത. കാരണം ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ജനങ്ങളെ കാണുന്നത്. അതിപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും ചർച്ച ചെയ്യപ്പെടുന്നത് വീട്ടമ്മമാരായാലും വിദ്യാർത്ഥികളായാലും സർക്കാർ അവരെയാണ് സംരക്ഷിക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ, അത്രയും മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് LDF അല്ലാതെ വേറെ ആരും ഇല്ല.
ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചാലും അത് തന്നെയാണ്. ഇപ്പോൾ സ്കൂളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഒരു കാലത്ത് സർക്കാരിന് പുസ്തകം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു UDF ഭരിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വിചാരിച്ചാൽ പുസ്തകങ്ങൾ ഒരു മാസം മുന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ എല്ലാ കാര്യത്തിലും LDF തന്നെയാണ് മികച്ച് നിൽക്കേണ്ടത്. അതുകൊണ്ട് മണ്ഡലം എന്തായാലും മാറണം. മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇരിക്കൂർ മണ്ഡലം ഇപ്പം MLA എന്ന നിലയിൽ പിന്നെ UDFൻ്റെ MLA പരാജയം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം ഒരു മാറ്റം എന്തായാലും നമ്മളെ ഇരിക്കൂർ മണ്ഡലത്തിൽ മാത്യു കുന്നപ്പള്ളി വന്നു കഴിഞ്ഞാൽ പിണറായി സർക്കാരിനെ ഒരു പൊൻതൂവൽ കൂടി ഉണ്ടാകുന്ന തന്നെയാണ് പറയാൻ. ഒരു മാറ്റം അനിവാര്യമാണ്. ഇരിക്കൂർ മണ്ഡലത്തിൽ എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. ബാക്കി ഇപ്പോൾ നമ്മളെ അടുത്തുള്ള മണ്ഡലം ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലമായാലും അഴീക്കോട് മണ്ഡലമായാലും LDFൻ്റെ MLA ആണ് ആടെയെല്ലാം ഭരിക്കുന്നില്ല. പക്ഷേ ആ മണ്ഡലത്തിലെല്ലാം തന്നെ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് LDF MLAമാർ. അതുകൊണ്ട് LDFൻ്റെ MLA വന്നു കഴിഞ്ഞാൽ ഇരിക്കൂറും നല്ലൊരു വികസന തുടർച്ച ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി പിണറായി സർക്കാരിന് സാധിക്കും തന്നെയാണ് പറയാനുള്ളത്. ഉറപ്പ് സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ അയാൾ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇപ്പം മത്സരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു വികസനം ഉണ്ടാവും. ഇപ്പം പിണറായി സർക്കാരിൻ്റെ വികസനം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി വികസനമാണ്. എന്തായാലും ഒരു 90 സീറ്റിലെങ്കിലും ഇടതുവശം വരും വീണ്ടും അധികാരത്തിൽ. സംശയമില്ല. ഇരിക്കൂർ മണ്ഡലത്തിൽ ഒരു മാറ്റം എന്തായാലും അനിവാര്യം. എന്തായാലും വരും, ഉറപ്പായിട്ട് മാറ്റം വരും. അത് എന്തായാലും ഒരു 5-8 വോട്ടിന് അങ്ങനെ ജയിക്കും അയാൾ. ഉറപ്പ് ഷുവർ ഉറപ്പ്. തോക്കൽ സജീവ് ജോസഫ് തോക്കുമെന്ന് ഉറപ്പല്ലേ? ആ പിന്നെ സംശയം എന്താ? ഒരു സംശയം വേണ്ട, കൃത്യമായിട്ട് തോക്കും. ഇരിക്കൂർ മണ്ഡലം LDFന് സുരക്ഷിതമായി ഇപ്രാവശ്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 43 കൊല്ലമായിട്ട് പിന്നെ കോൺഗ്രസ് തന്നെ അന്ന് MLA ഇടാം ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. പിന്നെ ഗ്രാമീണ റോഡുകളെല്ലാം കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. ഒരു രോഗീനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് റോഡുകൾ മുഴുവൻ. പിന്നെ മാത്രമല്ല നമ്മളെ ഈ ആശുപത്രീൻ്റെ അവസ്ഥ. ആശുപത്രി ഇപ്പം ഇടത് സർക്കാർ വന്നതിന് ശേഷം നിങ്ങളുടെ മര്യാദയ്ക്ക് ഡോക്ടർമാരും സിസ്റ്റർമാരും മറ്റേ എല്ലാ സജ്ജീകരണവും മരുന്നും എല്ലാം ഉണ്ടായിട്ടില്ല അതുവരെ പശുക്കൾ കൂടുന്ന അവസ്ഥയാണ്. ഏകദേശം എനിക്ക് 74 വയസ്സായി. എനിക്ക് ഈ ചരിത്രത്തിൽ ആദ്യം ഇതുപോലെയുള്ള ഒരവസ്ഥ ഈ ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല. വെറും ഇങ്ങനെ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡെല്ലാം വെച്ചിട്ടങ്ങ് പോയിന്. KC ജോസഫിൻ്റെ സമയത്ത് അയാൾ മന്ത്രിയായ സമയത്തും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ പൊറുതിമുട്ടിയിട്ടില്ലേ. വികസനം എന്ന് പറയുന്നത് ഒന്നും വന്നിട്ടില്ല. ഇപ്പം ശ്രീകണ്ഠപുരം പരിശോധിച്ചാൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ അവിടെ ടൗണ് ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് ആക്കിയതെന്നു പറഞ്ഞവരെ 1000 ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം. വേറെ ഒരു കാര്യവും ശ്രീകണ്ഠപുരം ചെയ്തിട്ടില്ല. ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് എല്ലാം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്രാവശ്യം എന്തായാലും അടുത്ത വർഷം ഉറപ്പാണ് LDF പിടിക്കണം. കാരണം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് LDF വന്നാലേ ഒരു രക്ഷയുള്ളൂ. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മയിൽ 35 വർഷത്തോളം KC ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് MLA ആയിട്ട് ഉണ്ടായിനി. അപ്പോൾ ഒരു വികസനവും നടത്താത്ത 5 വർഷത്തിലൊരിക്കൽ മാത്രം ജനങ്ങളെ മുന്നിൽ വരുന്ന ഒരാളാണ് KC ജോസഫ്. അപ്പം ഒരു വോട്ടിന് വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മാത്രം കാണുന്ന ഒരു വ്യക്തി. ഇപ്പോൾ ഈ 5 വർഷം ആയിട്ട് സജീവ് ജോസഫ് എന്ന് പറയുന്ന ആൾ അവരും വികസനം ഒന്നും തന്നെ ഈ ഇരിക്കൂർ ചെയ്തിട്ടില്ല. ഇരിക്കൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടെയും ഏത് മേഖലയിലും എങ്ങനെ നോക്കിയാലും ജീവിക്കണ്ടെങ്കിൽ LDF തന്നെ വരണം. അപ്പോൾ ഒരു തുടർഭരണം എന്ത് തന്നെയായാലും ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കായാലും ഒരു വീടുകളിലും വികസനം എത്താത്തൊരു വീടും ഉണ്ടാവില്ല കേരളത്തിൽ. പെൻഷനായാലും മറ്റേത് മേഖല ആയാലും വികസനത്തിൻ്റെ ഒരു ഇതനുഭവിക്കാത്തൊരു ജനങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ LDF എന്ത് തന്നെയാലും വരും തന്നെയാണ്. 3ാം ഭരണം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 3ാമതും ഭരിക്കും LDF. UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇരിക്കൂർ. പക്ഷേ ഇപ്രാവശ്യം ഇരിക്കൂർ പിടിക്കും തന്നെയാണ് പറയാനുള്ളത്. പിടിക്കും. നല്ല സ്ഥാനാർത്ഥിയാണ് മാത്യു കുന്നപ്പള്ളി. അദ്ദേഹം നല്ല നിലയിൽ തന്നെ വിജയിച്ച് വരും തന്നെയാണ് പറയാനുള്ളത്. ഇരിക്കൂറിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കും. ഇപ്രാവശ്യവും UDF കൊണ്ടുപോകുമോ LDF കൊണ്ടുപോകും? അതൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ UDFൻ്റെ സിറ്റിംഗ് സീറ്റല്ലേ, ചിലപ്പോൾ ടൈറ്റ് മത്സരമാണ്. നടക്കുന്നുണ്ടല്ലേ? അത് ഉറപ്പൊന്നും പറയാനില്ല. ടൈറ്റ് മത്സരമാണ്.
ഇരിക്കൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം LDF ആണോ ഭരിക്കുക അല്ലെങ്കിൽ UDF ആണോ? നിലവിലെ സിറ്റിംഗ് സീറ്റാണ് UDFൻ്റെ. ഇപ്രാവശ്യം ആര് ഭരിക്കുന്നതാണ് വിചാരിക്കുന്നത്? LDF വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. സാധാരണക്കാരിലൊക്കെ നല്ല ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് LDF തുടർന്നും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരിക്കൂർ മണ്ഡലത്തിൽ ടൈറ്റ് മത്സരം ഇപ്രാവശ്യം നടക്കുന്നുണ്ട്. ആര് ഭരിക്കുന്നതാണ്? UDF കൊണ്ടുപോ, സിറ്റിംഗ് സീറ്റാണ് UDFൻ്റെ. UDF കൊണ്ടുപോ. ഇവിടെ ഒരു ടൈറ്റും ഇല്ല. പരമ്പരാഗതമായിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഒരു കാരണവശാൽ 10,000 മേലയിൽ ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടോ UDF? സജി ജോസഫിന് ഉറപ്പാണ്. ഇതിപ്പോഴേ ഇവർ ദുരന്ത ബാധിതരുടെ പേര് പോലും ഉപയോഗിച്ചിട്ട് അവർ ഫണ്ട് വിരിച്ചിട്ട് അത് വീടൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുമ്പോൾ ഞങ്ങളെ VD സതീശൻ്റെ മറ്റവൻ്റെ ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ പൈസ ഉണ്ട് തന്നു. VD സതീശൻ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുമ്പോൾ ഈ പൈസേൻ്റെ കണക്ക് പറഞ്ഞില്ല. അപ്പോൾ അക്കൗണ്ടിൽ പൈസയില്ല. ഈ പൈസ ഇവിടെ പോയി. ദുരന്ത ബാധിതരുടെ പേര് പോലും ഉപയോഗിച്ചിട്ട് ചൂഷണം ചെയ്യുന്ന ഇവർ ഈ സമയത്ത് പോലും ആ ഫണ്ട് ചിലവാക്കിയിട്ട് വീടെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെടുക്കുമോ? ഈ സമയത്ത് എടുത്തിട്ട് വോട്ടാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവരെന്നെ വീടൊന്നും എടുക്കില്ല. ഈ ഫണ്ട് എവിടെ ചിലവായി അല്ലെങ്കിൽ ആരോ മുക്കി. അതുകൊണ്ട് ഇവരെ ജനങ്ങൾ ശരിക്കും ഈ ഇലക്ഷനിൽ ഒരു പാഠം പഠിപ്പിക്കും. ഈ പാർട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഈ പാർട്ടിക്ക് നല്ല ശക്തമായ ഒരു വാണിംഗ് കൊടുക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ മാറും തന്നെ. ഒരു ബൂത്തിൽ ഒരു 50 വോട്ടേ മാറുള്ളൂ. 10,000 വോട്ട് തന്നെ 10-20 ബൂത്തില്ലേ. ഒരു ബൂത്തിൽ ഒരു 50 വോട്ട് മറിഞ്ഞാൽ മതി. ആ 50 വോട്ട് കോൺഗ്രസ്സുകാർ തന്നെ മറിക്കും. കാരണം അവർ അത്ര നിരാശരാണ്. അവർ പാർട്ടി ഞാൻ 10-50 കൊല്ലം കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാനിപ്പോൾ അടുത്ത വർഷത്തേക്ക് മാറ്റി കുറച്ച് കാലമായിട്ടു. നമ്മൾ മാറാൻ കാരണം പാർട്ടിൻ്റെ നിലപാടുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മാനസികാവസ്ഥ പാർട്ടിക്ക് തരാം. പാർട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് ജനങ്ങളെ ഒരു ചിന്താഗതി. ഇവരെ നന്നാക്കണമെങ്കിൽ ഇവർ പരാജയം ശരിക്കും ആസ്വദിക്കണം. അടുത്ത മത്സരമാണ് ഇപ്രാവശ്യം LDF UDF തമ്മിൽ. ഇരിക്കൂറിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കും. ഇരിക്കൂർ ഒരു മത്സരമില്ല. അതായത് ഈ മാത്യു കുന്നപ്പള്ളിയിൽ ആർക്കും അറിയാം. സജീവ് ജോസഫ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം MLA അയാളല്ലേ. MLA അയാളും മറ്റേ അയാൾ ഇതില്ല. ഇരിക്കൂർ പണ്ടേ UDFൻ്റെ കോട്ടയാണ്. വികസനത്തിന് യാതൊരു കുറവില്ല. നല്ല അടിപൊളി വികസനമാണ്. ഹൈസ്കൂളിലായാലും എല്ലാം ഇരിക്കൂർ ഹൈസ്കൂളിലും ഭയങ്കര വികസനം കൊടുത്തിട്ടുണ്ട്. ഫുൾ ബിൽഡിങ്ങെല്ലാം പുതിയ ബിൽഡിങ് വന്ന് മൊത്തത്തിൽ ഇരിക്കൂർ മൊത്തത്തിലേ വികസനമാണ്. വികസനത്തിന് മത്സരം വരെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. മത്സരമില്ല. ഇവിടെ ഒരു മത്സരം ഇരിക്കൂറില്ല. മൊത്തത്തിൽ ഏടിയില്ല. എല്ലാം UDF അടിച്ചു പാരും, തൂത്തുപാരും. ഇപ്രാവശ്യം UDF അധികാരത്തിന് 100 സീറ്റിന് മേലോട്ട് നോക്കുന്നുണ്ട്. ഉറപ്പ്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ടല്ലോ. ആ അഭിപ്രായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. തീപ്പാറും പോരാട്ടമാണ് നടക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു ജനങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട് പക്ഷത്തും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ടൈറ്റ് മത്സരം തന്നെയാണ് നടക്കുക. LDFന് വേണ്ടി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയും UDFന് വേണ്ടി സജീവ് ജോസഫും മത്സരത്തിറങ്ങുമ്പോൾ രണ്ടും നല്ലൊരു നേതാക്കന്മാരാണ്. ആ രണ്ട് നേതാക്കന്മാരും മത്സരത്തിനിറങ്ങുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ വോട്ടിംഗ് സമയത്ത് തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ ഇരിക്കൂർ മണ്ഡലം. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.